ഹലോ. ഞാൻ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോ 2 ദിവസം കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ എന്റെ ജോലിക്കായിട്ടുള്ള ക്യാമ്പിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ബാഗ് പാക്കിംഗ് ആണ് ഇപ്പോ. അതിന്റെ വ്ളോഗാണ്. അപ്പൊ നമുക്ക് ബാഗ് പാക്കിങ്ങിലേക്ക് പോവാം. ഗൈസ്, ഈ സ്യൂട്ട് കേസിലാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. അയ്യോ. അപ്പൊ ഗൈസ്, ഇത്രയുമാണ് നമുക്ക് മാൻഡേറ്ററി ഐറ്റംസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ 3 ഐറ്റംസ് നമുക്ക് പാക്ക് ചെയ്യണം. കുറച്ചൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നുകൂടി സെറ്റ് ആക്കിയിട്ട് പാക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് മാൻഡേറ്ററി ഐറ്റംസ് ഉള്ള സാധനങ്ങൾ ആദ്യം പാക്ക് ചെയ്യാം. മാൻഡേറ്ററി ഐറ്റംസ്, നെസസറി ഐറ്റംസ്, ദേ പ്രൊവൈഡ്. ഞാൻ 3 കാറ്റഗറിയാണ്. അതിൽ മാൻഡേറ്ററി ഐറ്റംസ് നമ്മൾ മസ്റ്റ് ആയിട്ടും കൊണ്ടുപോകണം. അപ്പൊ അതിലുള്ള സാധനങ്ങളാണ് ബുക്ക്, പെന്ന്, A4 ഷീറ്റ്, എക്സാം ബോർഡ്, സ്റ്റാപ്ലർ ഒക്കെ. അപ്പൊ നമുക്ക് ഇതൊക്കെ ആദ്യം മേടിക്കാം. ബണ്ടിൽ A4 ഷീറ്റ്, 2 ബുക്ക്, പിന്നെ എക്സാം ബോർഡ്. കേട്ടോ, എക്സാം ബോർഡ് കുറച്ച് ക്ലാസ് ആയിട്ടുള്ളത് വെച്ചിട്ട് എന്റെ ഫ്രണ്ടിന്റെ കളക്ഷനാണ്. പിന്നെ 80, 50, 50 ഇതാണ് നമ്മുടെ പൗച്ച്. ഈ പൗച്ചിൽ നമുക്ക് സ്കെയില്, പെൻസില് സാധനങ്ങളൊക്കെ ഇതിൽ സെക്യൂർ ചെയ്ത് വെക്കാം. ടോർച്ച് ഉണ്ട്, മാർക്കർ ഉണ്ട്, വൈറ്റ്നർ ഉണ്ട്, സ്കെയിൽ ഉണ്ട്, പെന്ന്, സിസർ ഉണ്ട്, പോസിബിൾ പെന്ന്. പെണ്ണൊന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. പെണ്ണൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഇഷ്ടംപോലെ. സോ അതൊന്നും മേടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പഴയത് തന്നെ കൊണ്ടുപോകുന്നത്. മാർക്കർ, ലൈറ്റർ മാൻഡേറ്ററി ഐറ്റം ആണ്. എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല. മാർക്കർ, പിന്നെ ഇത് നമുക്കൊരു മാൻഡേറ്ററി ഐറ്റം ആണ്. മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ തലവേദനയ്ക്ക് ഇരുന്നിരുന്നു. ഹൈലൈറ്റർ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ എൻ്റെ ആവശ്യമാണ്. എൻ്റെ ഒരു ഇതിനെടുക്കാനാണ് കുറെയൊക്കെ. പിന്നെ അടുത്ത മാൻഡേറ്ററി ഐറ്റം ആണ് മിക്സ്. കഴിയാത്ത മിക്സ് ആണോ കഴിഞ്ഞ മിക്സ് ആണോ നോക്കിയിട്ടുണ്ട്. കഴിയാത്ത മിക്സ് ഇത് കഴിഞ്ഞാൽ നമുക്ക് കളയാം. നെയിൽ കട്ടർ, മാൻഡേറ്ററി ഐറ്റം. പെൻസിൽ, റബ്ബർ, സ്യൂട്ട് കേസിന്റെ വാറന്റി കാർഡ് നമുക്ക് സൂക്ഷിച്ച് ചെയ്യാം. ഞാൻ മറ്റേ പോസിറ്റീവ്. ഇതൊക്കെ നമുക്ക് മറ്റേ കയ്യിൽ വയ്ക്കാം, മറ്റേ ഇതിൽ വയ്ക്കാം. പൗച്ച് എല്ലാം കൂടി ഒരു പൗച്ചിൽ വെച്ചാൽ ശരിയാവില്ല. ആ പൗച്ച് എടുക്കും. ഈ പൗച്ചിന് കുറച്ച് പനിയുണ്ട്. ചെടിയാക്കാൻ നോക്കി ചെറിയ തെളിയോ അറിയില്ല. പക്ഷെ പനുണ്ട്, എന്തോ ചോദിച്ചിട്ടുണ്ട്. കുറെയൊക്കെ മാൻഡേറ്ററി ഐറ്റംസ് ഈ പൗച്ചിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് ഈ പൗച്ചിലാക്കി വെച്ചിട്ടുണ്ട്. ഈ പൗച്ച് നമുക്ക് ഇപ്പൊ അടയ്ക്കേണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലിടാം. ഇതിന്റെ സ്ഥലം കഴിഞ്ഞു. ഫസ്റ്റ് എയ്ഡ് ഒന്നും ഇല്ല. ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്? Next, we moving to another mandatory item. Ala, it's another mandatory item. So, നമുക്ക് ഇത് എവിടെയും വെക്കാം. പോളിന് നമുക്ക് ഈ പൗച്ചില് സേഫ് ആക്കി വെക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലേ? ഹാങ്ങർ, നെക്സ്റ്റ് അനദർ ഐറ്റം. നമ്മുടെ ഡ്രസ്സൊക്കെ കുക്കിടാനാക്കി അത്യാവശ്യമാണ്. പസിൽ കളിക്കാൻ മതി. ഇങ്ങനെ വെച്ചാലാണ് വൃത്തിക്കിരിക്കുക. എന്തായിരുന്നു ഹാങ്ങറും ഹാങ്ങർ ക്ലിപ്പും അല്ലേ? നെക്സ്റ്റ് വൺ. അടുത്തത് പറയും.
ബോക്സ്, ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്. ഓ അത് ഇത്തിരി കൂട്ടോ. സോപ്പ് സോപ്പ് ബോക്സ് ബോക്സ്. ഞാൻ അതിൽ സോപ്പ് ഇട്ട് വെച്ചേക്കാം. അത് കൊണ്ടുതന്നെ ഓർമ്മിപ്പിക്കുമോ? ആ, ഓർമ്മിപ്പിക്കാം. സോപ്പ് ബോക്സ്, ആ ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്. ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്. അടുത്തതാണ് സോപ്പ്, ബ്രഷ്, സോപ്പ് ബോക്സ്. ഈ ബ്രഷിനൊക്കെ എന്തെങ്കിലും ഓൾറെഡി സോപ്പ് ബോക്സ് അല്ലേ, സോറി കുളിക്കാൻ പുറത്ത്. ഈ സോപ്പ് അല്ല, ഈ സോപ്പല്ല, ഈ ബ്രഷ് ഓൾറെഡി ഉള്ളത്. ഞാൻ പുതിയ മേടിക്കാതെ ഇത് കഴിയുമ്പോൾ മേടിക്കാന്ന് വെച്ചിട്ടാണ് തന്നെ കൊണ്ടുപോകാം. ഓൾറെഡി അടുത്തിട്ടില്ല, പുതിയ ഇതിന്റെ പാക്കറ്റിൽ 2 ഉപയോഗിച്ചിട്ടുണ്ട്. സോ നമുക്ക് ബ്രഷ്, സോപ്പ് ബോക്സ്, ബ്രഷ്, പേസ്റ്റ്, സോപ്പ്. അതിന്റെ കൂടെ നമുക്ക് ഈ അലക്കണ സോപ്പും കൂടി വെക്കാം. നെക്സ്റ്റ് ഐറ്റംസ്. ഓ യാ, ഞാൻ വേറെ പുതിയ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. രാവിലെ രാത്രി പന്നേച്ച അത് ബുദ്ധിമുട്ടാവില്ല. 2 സോപ്പൊക്കെ ഇതൊക്കെ ഞാൻ എന്ത് പല്ലിച്ച് തീർക്കും. ഒരു പല്ലെടുത്താലും 2 സോപ്പൊക്കെ ഇതൊക്കെ എങ്ങനെ പല്ലിച്ച് തീർക്കുന്ന? സോറി, 2 ബ്രഷൊക്കെ ആയി. ബ്രഷ്, പേസ്റ്റ്, 2 പേസ്റ്റ് ഒക്കെ ആയി. ഇതൊക്കെ ഞാൻ എങ്ങനെ പല്ലിച്ച് തീർക്കും? ഒരു കൊല്ലത്തേക്കുള്ള സാധനങ്ങളുണ്ട്. 2 പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പേസ്റ്റ് ഒന്നല്ല, ഒരു വീട്. ഇതാണ് പറയുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നോക്കി പോയി പർച്ചേസ് ചെയ്യും. പേസ്റ്റ് ഉള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ കോംബ്, ഹെയർ നെറ്റ്, ത്രെഡ് ഫോർ ഹെയർ, പിന്നെ ത്രെഡ് ആൻഡ് നീഡിൽ. അങ്ങനെ ഹെയറിന്റെ ആക്സസറീസ് മൊത്തം എനിക്കൊരു ബോക്സിലാക്കണം. അതിന് വേണ്ടി ഒരു ബോക്സ് ആവശ്യമുണ്ട്. ഉണ്ടോ ബോക്സ്? ഉണ്ടോ? ബോക്സ് ഉള്ളവർ കമന്റ് ചെയ്യാം. ബോക്സ് ആവശ്യമുണ്ട്. വേറെ ബോക്സ് ഇല്ല, ഇത് മാറ്റാൻ പറ്റില്ല. പിന്നെ നമ്മള് ഇതിലല്ലേ ക്ലിപ്പ് ഒന്ന് കാണിക്കേ. ബോക്സിലൊക്കെ ക്ലിപ്പാക്കി വെച്ചാൽ പിന്നെ എങ്ങനെ ബോക്സ് ഉണ്ടാവുക? നമ്മൾ എന്ത് ചെയ്യും? ഒരു ബോക്സ് തപ്പി കണ്ടുപിടിക്കണം. ബോക്സ് 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 തരൂ, ബോക്സ് തരൂ. ബോക്സ് കാണാൻ തന്നെ പോയേ. ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? യുപിൻ, പിന്നെ ത്രെഡ്. സോ നമ്മളെ വെച്ചു. ഈ 2 ഹെയർ നെറ്റ് കൂടി ഉണ്ട്. നമുക്ക് കഴിയും. ഹെയർ ആക്സസറീസ് ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തത് നീഡിലൊന്നും മേടിച്ചിട്ടില്ല. നീഡില്, ത്രെഡ് ആൻഡ് നീഡില്. ഓക്കെ, ഇനി ഡ്രസ്സുകളാ. അത് കഴിഞ്ഞാ ട്രാവൽ ബാഗ്, ട്രോളി ബാഗ്, പിന്നെ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ. സ്റ്റീൽ വാട്ടർ ബോട്ടിൽ. പിന്നെ നമുക്ക് വീഡിയോ ആണോ? നമുക്ക് ലേഡീസിന് ആവശ്യമുണ്ട്. പിന്നെ ക്രിസ്മൻ ഷൈൻ, ഡ്രസ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാട്ടോ. സ്പ്രേ, ഷാമ്പു, കണ്ടീഷണർ കൊണ്ടുപോകണം നിർബന്ധമില്ല.
ഏർപ്പെടുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇത്. പിന്നെ ബോയ് ഷോട്ട് വാങ്ങിച്ചത് നല്ല അടിപൊളിയായിട്ട് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നല്ലതാണ്. അപ്പൊ ഇൻ കേസ് ടൈറ്റ്സിന്റെ പകരം ഉപയോഗിക്കാൻ പറ്റാണെങ്കിൽ അത് ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ടൈറ്റ് എന്താ അടുത്തായിട്ട് നോക്കട്ടെ കേട്ടാ. നെക്സ്റ്റ് നമ്മുടെ കോട്ടൺ ക്ലോത്ത് ആണ്. കോട്ടൺ ക്ലോത്ത് എനിക്ക് വില്ലേജ് മേടിച്ചാണ് കോട്ടൺ ക്ലോത്ത്. അവിടെ മേടിച്ചത് എനിക്കറിയില്ല. കോട്ടൺ ക്ലോത്ത് നെസസറി ഐറ്റമാണ്. അതും കൂടി ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ? അടുത്തത് കാഷ്വൽ ഡ്രസ്സ്. കാഷ്വൽ ഡ്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ചുരിദാറാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പൊ ഞാൻ 2-3 ചുരിദാർ മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ റിവ്യൂ ഞാൻ എല്ലാം മടിയായിട്ടില്ല. ഇത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു കാഷ്വൽ ഡ്രസ്സാണ്. കുർത്ത ഷോർട്ടിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ 2 ഐറ്റം. ഒന്നത് ഒരു ചുരിദാർ സെറ്റ് എടുത്തിട്ട് കാണിക്കുന്നില്ല, നടത്താൻ കുറച്ച് പണി. പിന്നെ ഇതൊരു ചുരിദാർ സെറ്റ് 2-3. പിന്നെ ഞാൻ 2 കുർത്ത മേടിക്കുന്ന വിത്ത് പല്ലാസോ ആൻഡ് ഷോള്. അപ്പോൾ ചുരിദാറായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. കുർത്താന്റെ കൂടെ പല്ലാസോ ഷോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചുരിദാറായിട്ട് യൂസ് ചെയ്യാം. സോ അങ്ങനെ 1, 2, 3, 4, 5 കാഷ്വൽ ഡ്രസ്സും പിന്നെ കുട്ടിയോന്ന് മേടിച്ചൊരു കുർത്തയും ഉണ്ട് നമ്മുടെ കയ്യില്. അത്രയാണ് നമ്മൾ കാഷ്വൽ ഡ്രസ്സായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നത്. പണ്ടത്തെ കാഷ്വൽ ഇത് ആദ്യം കാഷ്വൽ ഡ്രസ് വയ്ക്കുന്നതായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം കാഷ്വൽ ഡ്രസ് വയ്ക്കാം. ഒരു കുർത്തിയും അല്ല ഒരു പാന്റ് ഷോറും പാട്ടൊക്കെ വെള്ളം കയറും. ഒരു പണി കിട്ടി. കാഷ്വൽ ഡ്രസ് ആദ്യം വെക്കണമായിരുന്നു. നമുക്ക് ഒന്നുകൂടി ഒന്ന് എടുത്ത് വെക്കാം. 2 പേരിലേട്ടോ ഒന്ന് പച്ചി ഞാൻ പാക്കറ്റ് പൊളിക്കാണ്ടിരിക്കുന്നത്. പാക്കറ്റിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അധികം ചുളികൾ ഇടാണ്ട് ഇരുന്നോളും. ഇതിപ്പോ ബോക്സിലാണ് നമ്മൾ സൂട്ട്കേസ് കൊണ്ടുപോകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാനുള്ള കുറച്ച് ചുളികൾ ഇടും. അപ്പൊ ഇതിലാണെങ്കിൽ സേഫ് ആയിട്ട് ഇരുന്നോളും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ വെക്കുന്നത്. നെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ തോർത്തുന്നത്. ഒരു തോർത്തും ഞാൻ 2 തോർത്തുകൾ ഉപയോഗിക്കും. തല തോർത്താൽ ഒരു തോർത്തുന്നുണ്ട്, നെയിൽ തോർത്തൽ തോർത്തുന്നുണ്ട്. കാരണം തലയിൽ കാരണമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ 2 തോർത്തും കൊണ്ടായിട്ട് യൂസ് ചെയ്യും. ഇനി നമുക്ക് വെക്കാനുള്ളത് നമ്മുടെ വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ. ഇത് ഞാൻ തൃശ്ശൂരുള്ള ലൈറ്റിന് എടുത്തതാണ് കേട്ടോ. നല്ല ബോഡി അധികമായിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയലാണ്. നൈറ്റ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ നല്ല അടിപൊളിയാണ്. അവിടെ നൈറ്റ് വെയേഴ്സിന് നൈറ്റ് നമ്മൾ ഡെയിലി യൂസ് വെയേഴ്സിനൊക്കെ എപ്പോഴും ഓഫർ ഉണ്ട്. ഇതിന് 59 റുപ്പീസിന് എടുത്തിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. തൃശ്ശൂരുള്ള ആരെങ്കിലും നൈറ്റ് വെയേഴ്സ് അല്ലെങ്കിൽ വീട്ടിലുള്ള ഡ്രസ്സുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇത് ലൈറ്റിന് പോയിട്ട് നല്ലതായിരിക്കും. നെക്സ്റ്റ് എടുത്തതാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ടോപ്പ്, ഇത് നല്ല രസം ബോഡിയാണ് ആയിട്ട് കിടക്കുന്നത്. മുന്നേ ഞാൻ കുറച്ച് നൈറ്റ് വെയേഴ്സ് ഞാൻ പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈറ്റിൽ പോയത്. അപ്പോഴേക്ക് ഭയങ്കര റിഗ്രറ്റായി. 59 രൂപയ്ക്ക് ഞാൻ ടോപ്സ് കിട്ടാണെങ്കിൽ നല്ലതല്ലേ. സോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നൈറ്റ് വെയേഴ്സ് അപ്ലൈ ആയിട്ടുണ്ടെങ്കിൽ ലൈറ്റിൽ 59 രൂപയ്ക്ക് ടോപ്സ് എടുക്കുന്നുണ്ട്. 99 ടോപ്സ് ഉണ്ട്. പിന്നെ 29 റുപ്പീസിന് ഷോർട്സ് ഉണ്ട്. അപ്പൊ ആരെങ്കിലും അതിനെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്താൽ നന്നായിരിക്കും. അവിടെ ഇടാൻ വേണ്ടി വെച്ചതാണ്. കയ്യാണ്ടാക്കി ഒരു ടീഷർട്ട് വാങ്ങിച്ചു നൈറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. അത് 99 മേടിച്ചതാണ്. ഇത് 249 മേടിച്ചതാണ്. ഇത് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് റിഗ്രറ്റ് അടിച്ചത് ലൈറ്റിൽ പോയപ്പോൾ. 59 റുപ്പീസിന് അങ്ങനത്തെ ടോപ്സ് കിട്ടുകയാണെങ്കിൽ അത് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ആരെങ്കിലും അങ്ങനെ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഷോർട്സ് ആണ് നൈറ്റ് വെയർ യൂസ് ചെയ്യാൻ. ഇതും കല്യാണം 99 ഷോർട്സ് ആണ്. അടിപൊളി ഷോർട്സ് ആണ്. ഫ്രീ സൈസ് എടുക്കുന്നത്. അപ്പോൾ ഏത് സൈസ് എടുത്താലും നമുക്ക് പാകം. ഇത് 2 പിന്നെ ഒരെണ്ണം ഇത് 3 ഷോർട്സ് ആണ് എടുത്തിട്ടുള്ളത്.
കല്യാണം 99 റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നൈറ്റ് വെയർ ടപ്പാണെങ്കിൽ കല്യാണം 99 പോവാം. അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യാം ലൈറ്റ് ആട്ടോ. 29 രൂപയ്ക്ക് ഷോർട്സ് കിട്ടുകയാണെങ്കിൽ, ഷോർട്സ് പറയുമ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ 29 രൂപയ്ക്ക്. ഞാൻ ആദ്യം പോയത് കല്യാണം 99 അതുകൊണ്ട് എനിക്ക് കുറച്ച് റിഗ്രറ്റ് അടിച്ചു ലൈറ്റ് പോവാത്തില്ലേ. സോ ഗൈസ്, അപ്പോൾ അത്രേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഒരു സൂട്ട് കേസ് ഉണ്ട്, ഒരു ട്രാവൽ ബാഗ് ഉണ്ട്, പിന്നെ ഒരു സാധാ സ്കൂൾ ബാഗ് പോലത്തെ ഒരു ബാഗും കൂടി ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ പാക്കിംഗ് എന്ന് പറയണത്. ഞാൻ ബാഗ് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഈ 4 ബാഗാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇതിലാണ് മാൻഡേറ്ററി ഐറ്റംസ് മൊത്തം ഉള്ളത്. പിന്നെ ഇത് സാധാ ഡ്രസ്സുകൾ, പിന്നെ ഇതിൽ വീട്ടിലുള്ള ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ഇത്രയും ബാഗ്സ് കൊണ്ടുപോയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.